വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? ദ പ്രോസസ് ഓഫ് കോപ്പിയിങ് genetic information from one strand of DNA into RNA is termed as transcription. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA-യിലുള്ള ഇൻഫോർമേഷൻ, ജനറ്റിക് ഇൻഫോർമേഷൻ RNA-യിലേക്ക് കോപ്പി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ RNA ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ DNA-യിൽ നിന്ന് RNA ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അഡിനിൻ ബേസ് പെയർ ചെയ്യുന്നത് ആരായിട്ടാണ്? നമ്മൾ സാധാരണ കേസ് പറയുമ്പോൾ അഡിനിൻ തൈമിൻ ആയിട്ടാണ് കൂട്ടിടുന്നതെന്ന് പറഞ്ഞിരുന്നു. അഡിനിൻ തൈമിൻ തമ്മിൽ ഡബിൾ ബോണ്ട് ആയിട്ടാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ RNA ഫോം ചെയ്യുമ്പോൾ തൈമിന്റെ സ്ഥാനത്ത് ആര് വരും? യുറാസിൽ വരും. ഓക്കെ, ഇനി റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA-യിൽ നിന്ന് DNA ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാലോ DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി റെപ്ലിക്കേഷന് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണ്? DNA പോളിമറൈസ് ആണ്. അതേ സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ ഉപയോഗിക്കുന്ന എൻസൈമോ RNA പോളിമറൈസ്. ഓക്കെ, രണ്ടും DNA ഡിപ്പെൻഡന്റ് ആണ്. DNA ഡിപ്പെൻഡന്റ് DNA പോളിമറൈസും, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറൈസ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു റെപ്ലിക്കേഷന്റെ സമയത്ത് എന്താണ്? മൊത്തം DNA-ക്കും റെപ്ലിക്കേഷൻ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സെഗ്മെന്റ് ഓഫ് DNA മാത്രമേ ട്രാൻസ്ക്രിപ്ഷന് വിധേയമാകുന്നുള്ളൂ. അതുമാത്രമല്ല, രണ്ട് സ്ട്രാൻഡിലും റെപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. സിംഗിൾ സ്ട്രാൻഡ് മാത്രമാണ് ട്രാൻസ്ക്രിപ്ഷനിൽ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ട്രാൻഡിൽ നിന്നാണ് RNA ഫോം ചെയ്യുന്നത്. അതാണ് അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 3'5' ആയിരിക്കുള്ളൂ. ഇനി കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിൽ നിന്ന് അതൊരിക്കലും ട്രാൻസ്ക്രൈബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. പറയുമ്പോൾ കോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ അത് ഒന്നിനും ഹെൽപ്പ് ചെയ്യുന്നില്ല. സോ ആ ഒരു സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 5'3' ആണ്. RNA ഫോം ചെയ്യുന്നത് 5'3' ഡയറക്ഷൻ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? അതായത് ഇനിഷ്യേഷനും ടെർമിനേഷനും ഇടയ്ക്കുള്ള ആ ഒരു DNA സെഗ്മെന്റിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ 3 റീജിയൻസ് വരുന്നുണ്ട്. അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 3 റീജിയൻസിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. ഏതൊക്കെയാണ്? പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കോഡിംഗ് സ്ട്രാൻഡ്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ്ക്രിപ്ഷന് ഹെൽപ്പ് ചെയ്യാത്ത ഒരു സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡ്. ഈ കോഡിംഗ് സ്ട്രാൻഡ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ മുകളിലാണ് ഈ ഒരു പ്രൊമോട്ടറും ഈ ഒരു ടെർമിനേറ്ററും ഒക്കെ കയറിയിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ ഉണ്ട്. ഇപ്പൊ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗം കണ്ട് കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' എൻഡിലാണ് ഈ പ്രൊമോട്ടർ ഇരിക്കുന്നത്. അവിടെ വന്നാണ് ആര് ബൈൻഡ് ചെയ്യുന്നത്? RNA പോളിമറൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എൻസൈം ഇല്ലേ RNA പോളിമറൈസ്, ഈ ഒരു എൻസൈം വന്ന് ബൈൻഡ് ചെയ്യുന്ന ഭാഗമാണ് പ്രൊമോട്ടർ. അത് എവിടെയിട്ട് കാണും? കോഡിംഗ് സ്ട്രാൻഡിന്റെ 5' എൻഡിലായിട്ടാണ് കാണുന്നത്. ഇനി സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും അടക്കമുള്ള കുറച്ച് റീജിയൻ കണ്ടോ? ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ഇനി ടെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡിംഗ് സ്ട്രാൻഡിന്റെ 3' എൻഡിലായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ടെർമിനേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ ഉണ്ട്. പ്രൊമോട്ടർ എവിടെയിട്ടാണ് കാണുന്നത്? 5' എൻഡിലായിട്ട് പ്രൊമോട്ടറും 3' എൻഡിലായിട്ട് ടെർമിനേറ്ററും. പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടയ്ക്കായിട്ട് ആരുണ്ട്? സ്ട്രക്ചറൽ ജീനാണ് ഉള്ളത്. പ്രൊമോട്ടറിൽ വന്നാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? RNA പോളിമറൈസ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ ദ സ്ട്രക്ചറൽ ജീനിന്റെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റീസ് 2 ടൈപ്സ്. ഈ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ ഏതാണ്? പ്രൊമോട്ടറിനും ടെർമിനേറ്ററും അടക്കമുള്ള ഭാഗമാണ് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൽ ജീൻ 2 ടൈപ്പ് ഉണ്ട്. മോണോസിസ്ട്രോണിക്കും ഉണ്ട്, അതുപോലെ തന്നെ പോളിസിസ്ട്രോണിക്കും ഉണ്ട്. എന്താണ് ഈ ഒരു പോളിസിസ്ട്രോണിക്? അതായത് മോർ ദാൻ 1 സ്ട്രക്ചറൽ ജീൻ, പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും നടുക്ക് ഒന്നീ കൂടുതൽ സ്ട്രക്ചറൽ ജീൻ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിസിസ്ട്രോണിക് എന്ന് പറയുന്നത്. അതേസമയം മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവുള്ളൂ. പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും നടുക്കായിട്ട് ഒരു സ്ട്രക്ചറൽ ജീനെ മോണോസിസ്ട്രോണിക്കിൽ ഉണ്ടാവുള്ളൂ. ഈ ഒരു പോളിസിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ എവിടെയാണ് കാണുന്നത്? പ്രോക്യാരോട്സിലാണ് ഉള്ളത്. ഓക്കെ, അതേസമയം മോണോസിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളുടെ കേസിലൊക്കെ യുക്യാരോട്സിലാണ് നമുക്ക് ആകെ ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവുള്ളൂ. പക്ഷെ പോളിസിസ്ട്രോണിക് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോക്യാരോട്സിന്റെ കേസാണ്, അവർക്ക് ഒന്നീ കൂടുതൽ സ്ട്രക്ചറൽ ജീൻസ് പ്രസന്റ് ആണ്. ഇനി ശ്രദ്ധിച്ച്, നമുക്ക് ആകെ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? ഈ ഒരു സ്ട്രക്ചറൽ ജീനിൽ എന്തുണ്ട്? ഇൻട്രോൺസും എക്സോൺസും
എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അതിൽ ഇൻട്രോൺസ് എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേഷന് വേണ്ടി കോഡ് ചെയ്യാത്ത ആൾക്കാരാണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. പക്ഷെ എക്സോൺസ് എന്ന് പറയുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഈ ഒരു ഇൻട്രോൺസും എക്സോൺസിനെയാണ് മൊത്തത്തിൽ നമ്മൾ സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു യൂക്യാരോട്സിന്റെ കേസിൽ സ്പ്ലിറ്റ് ജീൻസ് പ്രസന്റ് ആണ്. പക്ഷെ പ്രോക്യാരോട്സിൽ എന്താണ്? ദർ ഇസ് നോ സ്പ്ലിറ്റ് ജീൻസ്. ഓക്കെ, ഇപ്പൊ പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും നടുക്ക് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവും. പ്രോക്യാരോട്സിലാണ് കാണുന്നത് സ്പ്ലിറ്റ് ജീൻസ് ഒന്നും ഉണ്ടാവില്ല. മോണോസിസ്ട്രോണിക് എന്താണ്? പ്രൊമോട്ടറിനും ടെർമിനേറ്ററിനും ഇടക്കായിട്ട് ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ടാവുള്ളൂ. യൂക്യാരോട്സിലാണ് കാണുന്നത് സ്പ്ലിറ്റ് ജീൻസ് പ്രസന്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പ്രോക്യാരോട്സിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ നോക്കാം. ഇവിടുത്തെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് RNA പോളിമറൈസ്. ഇവിടെ 3 സ്റ്റെപ്സുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഏതൊക്കെയാണ്? ഇനിഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇനിഷ്യേഷൻ എന്താന്ന് നോക്കാം. ഇവിടെ സിഗ്മ ഫാക്ടർ റെക്കഗ്നൈസ് പ്രൊമോട്ടർ, അതായത് RNA പോളിമറൈസറിന് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യണം. പക്ഷെ RNA പോളിമറൈസിന് അറിഞ്ഞുകൂടാ അതിന്റെ പ്രൊമോട്ടർ ഏത് ഭാഗത്തിരിക്കണമെന്നൊന്നും അതിനറിയില്ല. സോ ഈ ഒരു RNA പോളിമറൈസിന് ആ പ്രൊമോട്ടർ ഭാഗം കാണിച്ചു കൊടുക്കാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട്, അത് റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാളുണ്ട്. ആളുടെ പേരാണ് എന്ത്? സിഗ്മ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിഗ്മ ഫാക്ടർ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കും. അതെ, പ്രൊമോട്ടർ സ്ട്രക്ചറൽ ജീൻ കണ്ടെത്തി, പ്രൊമോട്ടർ ഇതായിരിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ആരെ? RNA പോളിമറൈസിന് പ്രൊമോട്ടർ റീജിയൻ റെക്കഗ്നൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് സിഗ്മ ഫാക്ടർ. അങ്ങനെ ഈ ഒരു പ്രൊമോട്ടർ റീജിയൻ കാണുമ്പോൾ RNA പോളിമറൈസ് നേരെ അവിടെ പോയി ബൈൻഡ് ചെയ്യും. കണ്ടോ? RNA പോളിമറൈസ് ബൈൻഡ് അറ്റ് പ്രൊമോട്ടർ സൈറ്റ്. അങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ആസ് ഇറ്റ് മൂവ്സ് അലോങ് ദ DNA അൺവൈൻഡ് ആൻഡ് വൺ ഓഫ് ദ 2 സ്ട്രാൻഡ് ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ RNA സിന്തസിസ്. അപ്പൊ ഈ ഒരു RNA പോളിമറൈസ് ഇങ്ങനെ മൂവ് ചെയ്യണ അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? DNA എന്ന് പറയുമ്പോൾ ഡബിൾ സ്ട്രാൻഡ് ആണല്ലോ, അതങ്ങനെ അൺവൈൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ആ 2 സ്ട്രാൻഡിൽ ഒരു സ്ട്രാൻഡാണ് എന്ത് ചെയ്യുന്നത്? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് ആ ഒരു സ്ട്രാൻഡിൽ നിന്നാണ് RNA ഫോം ചെയ്യുന്നത്. നമുക്കിവിടെ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? RNAനെയാണ് ഉണ്ടാക്കേണ്ടത്. RNA ഫോം ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യുന്നത്? ആദ്യത്തെ പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത്? ഇനിഷ്യേഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സിഗ്മ ഫാക്ടർ എന്ത് ചെയ്യും? RNA പോളിമറൈസിനെ നേരെ പ്രൊമോട്ടറിനെ കൂട്ടിക്കൊണ്ടുപോയി അത് കാണിച്ചു കൊടുത്ത് അവിടെ കൊണ്ട് ഇരുത്തിക്കും. അങ്ങനെ RNA പോളിമറൈസ് നീങ്ങുന്ന അനുസരിച്ച് ഡബിൾ സ്റ്റാൻഡേർഡ് DNA അഴിഞ്ഞു പോകും. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. സോ ദ RNA പോളിമറൈസ് ബൈൻഡ് അറ്റ് പ്രൊമോട്ടർ സൈറ്റ് that start transcription process as it move along the DNA unwind and one of the 2 strand act as template for RNA synthesis. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോസസ്സാണ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? RNA പോളിമറൈസ് ആഫ്റ്റർ ഇനിഷ്യേഷൻ ലോസസ് സിഗ്മ ഫാക്ടർ. അതായത് ഇനിഷ്യേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരെ നമ്മളുടെ സിഗ്മ ഫാക്ടർ പ്രൊമോട്ടറിനെ കണ്ടെത്തി RNA പോളിമറൈസിനെ അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞിട്ടുള്ള ഒരു കേസാണ് ഇനിഷ്യേഷൻ എന്ന് പറയുന്നത്. ഇനിഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ സിഗ്മ ഫാക്ടറിന് ആവശ്യമുണ്ടോ? കാരണം പ്രൊമോട്ടറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ RNA പോളിമറൈസ് ഇരുന്ന് കഴിഞ്ഞു. ഇനി ഈ ഒരാളെ ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ ഈ ഒരു സിഗ്മ ഫാക്ടർ നഷ്ടപ്പെടുന്നുണ്ട്. അതേസമയം പോളിമറൈസേഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ RNA പോളിമറൈസ് ഇങ്ങനെ മൂവ് ചെയ്യണ അനുസരിച്ച് DNA അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു സ്ട്രാൻഡ് എന്താണ്? ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് അതിൽ നിന്ന് RNA ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നതാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി RNA ഉണ്ടാവുന്നത് എങ്ങനെയാണ്? RNA 5'3' ഡയറക്ഷനിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ടെർമിനേഷൻ. വൺസ് RNA പോളിമറൈസ് റീച്ച് ടെർമിനേഷൻ റീജിയൻ, എ ടെർമിനേഷൻ ഫാക്ടർ ദാറ്റ് ഈസ് റോ ഫാക്ടർ ബൈൻഡ് ടു ഇറ്റ് ആൻഡ് ടെർമിനേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. അതായത് RNA പോളിമറൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് RNA ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിതൊന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതായത് RNA പോളിമറൈസ് ടെർമിനേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു റോ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്യുമ്പോൾ മനസ്സിലായി അവിടെ ടെർമിനേറ്ററിന്റെ ഭാഗത്ത് എത്തി. ഇനി RNA ഉണ്ടാക്കേണ്ടെന്ന് RNA പോളിമറൈസിന് മനസ്സിലാവും. ഓക്കെ, സോ വൺസ് RNA പോളിമറൈസ് റീച്ച് ടെർമിനേഷൻ റീജിയൻ, എ ടെർമിനേഷൻ ഫാക്ടർ റോ ഫാക്ടർ ബൈൻഡ് ടു ഇറ്റ് ആൻഡ് ടെർമിനേറ്റ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് സിഗ്മ ഫാക്ടറും അത് ടെർമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഫാക്ടറാണ് എന്ത്? റോ ഫാക്ടർ എന്ന് പറയുന്നത്. ഇൻ ബാക്ടീരിയ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ടേക്ക് പ്ലേസ് ഇൻ സെയിം കമ്പാർട്ട്മെന്റ്.
നിങ്ങൾക്കറിയാലോ ബാക്ടീരിയയുടെ കേസിൽ അവർക്ക് എന്താണ്, അവർക്കൊരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയർ മെംബ്രെയിൻ സ്ട്രക്ചർ ഒന്നുമില്ല, എല്ലാം ആ ഒരു സൈറ്റോപ്ലാസം ആ ഒരു ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒരേ കമ്പാർട്ട്മെന്റിൽ തന്നെയാണ് നടക്കുന്നത്. അത് മാത്രമല്ല അവർക്ക് കിട്ടുന്ന mRNA എന്ന് പറയുമ്പോൾ നല്ലൊരു mRNA ആണ്. അതിന് വേറെ പ്രോസസ്സിങ്ങോ അങ്ങനെ അവരെ ഇതാക്കണോ മോഡിഫിക്കേഷൻ നടത്തി ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് അതോടെ ആ ഒരു പ്രോക്യാരിയോട്സിന്റെ ട്രാൻസ്ക്രിപ്ഷൻ ഇവിടെ അവസാനിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് യൂക്യാരിയോട്സ്, നമ്മളുടെയൊക്കെ കേസിൽ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. നമ്മളുടെ അങ്ങനെയാണ്, നമ്മളുടെ എന്ന് വെച്ചാൽ മറ്റവരുടെ ഒരേ എല്ലാവരും കൂടി ഒരേ കമ്പാർട്ട്മെന്റിലല്ല, നമ്മളുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ന്യൂക്ലിയസ്. അത് മാത്രമല്ല 3 തരത്തിലുള്ള RNA പോളിമറൈസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 3, അങ്ങനെ 3 തരത്തിലുള്ള പോളിമറൈസ് ഉണ്ട്. RNA പോളിമറൈസ് 1ൽ നിന്നാണ് rRNA ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പോളിമറൈസ് 2ൽ നിന്ന് HNRNA ഹെട്രോജീനസ് RNA പോളിമറൈസ് 3ൽ നിന്ന് tRNA. ഓക്കെ, ഈ രീതിയിലാണ് 3 RNAs ഉള്ളത്. ഇനി പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് തന്നെയാണ് യൂക്യാരോട്സിന്റെ കേസിലും. പക്ഷെ ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ ഈ യൂക്യാരോട്സിൽ ഉണ്ടാവുന്ന ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കിട്ടുന്ന RNA എന്ന് പറയുമ്പോൾ പക്ക mRNA ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഹെട്രോജീനസ് RNA ആയിട്ടാണ് കിട്ടുന്നത്. അതിനെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള mRNA ഉണ്ടാക്കണം. മനസ്സിലായി? അപ്പൊ ആ ഒരു മെത്തേഡ്, ആ ഒരു പ്രൊസീജിയറും കൂടി യൂക്യാരോട്സിന്റെ കേസിൽ വരുന്നുണ്ട്. പ്രോക്യാരോട്സിന്റെ കേസിൽ വേറെ ഒരു പണി ഉണ്ടായില്ല. സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ റെഡി ആയിട്ടുള്ള mRNA ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ യൂക്യാരോട്സിൽ അങ്ങനെയല്ല, ഉണ്ടായ ഹെട്രോജനസ് RNA നമുക്കൊന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതാണ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ഈസ് കോൾഡ് ഹെട്രോജീനസ് RNA. അതായത് നമുക്ക് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ് കിട്ടിയ ആ ഒരു ഇതിനെയാണ് നമ്മൾ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേകത എന്താണ്? അതിൽ ഇൻട്രോൺസും എക്സോൺസും, അതായത് നമുക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമുള്ള സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അടങ്ങിയ ഒരു സാധനമാണ് ഈ ഹെട്രോജനസ് RNA എന്ന് പറയുന്നത്. ഓക്കെ, സോ കോഡിംഗ് സീക്വൻസ് ആർ കോൾഡ് എക്സോൺസ്. അതായത് നമുക്ക് ആവശ്യമുള്ളതാണ് കോഡ് ചെയ്യാൻ, അതായത് ട്രാൻസ്ലേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് എക്സോൺസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോഡിംഗ് സീക്വൻസ് ആണ് എക്സോൺസ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസ് ആണ് ഇൻട്രോൺസ്. ഒരു ഹെൽപ്പും ഇല്ലാത്ത, ഒരു ഉപകാരം ഇല്ലാത്ത ഒരാളാണ് ഇൻട്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ഹെട്രോജനസ് RNAയിൽ ഈ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരുണ്ട്, ആവശ്യമില്ലാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഇൻട്രോൺസിനൊക്കെ എടുത്ത് കളയണം. അങ്ങനെ ഇൻട്രോൺസ് ആർ റിമൂവ്ഡ് ആൻഡ് എക്സോൺസ് ആർ ജോയിൻ ഡ്യൂറിങ് സ്പ്ലൈസിങ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടാത്ത ഇൻട്രോൺസിനൊക്കെ എടുത്ത് കളഞ്ഞ് നമുക്ക് ആവശ്യമുള്ള എക്സോൺസിനൊക്കെ കൂട്ടിച്ചേർത്ത് ഈ ഒരു പ്രോസസ്സിനെയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടാതെ വേറെ 2 കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട്. അതായത് ഹെട്രോജനസ് RNA അണ്ടർഗോ 2 അഡീഷണൽ പ്രോസസ് കോൾഡ് ക്യാപ്പിംഗ് ആൻഡ് ടൈനിങ്. അപ്പൊ നമുക്കിപ്പോ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞപ്പോൾ ഒരു HNRNA കിട്ടി. HNRNA നോക്കിയപ്പോൾ അതിൽ എക്സോൺസും ഉണ്ട്, ഇൻട്രോൺസും ഉണ്ട്. ഇൻട്രോൺസിനെ നമുക്ക് വേണ്ട, എക്സോൺസിനെ നമുക്ക് വേണം. അങ്ങനെ നമ്മൾ ഇൻട്രോൺസിനൊക്കെ എടുത്ത് റിമൂവ് ചെയ്തു, എക്സോൺസിനെ ജോയിൻ ചെയ്തു. ഈ ഒരു പ്രോസസ്സാണ് സ്പ്ലൈസിങ്. ഇതുകൂടാതെ ഇനിയും 2 പ്രോസസ്സും കൂടി ഇതിന് ചെയ്യണം. അതായത് ഇനി 2 മോഡിഫിക്കേഷനും കൂടി വേണം. അതായത് ആ ഒരു സംഭവമാണ് ക്യാപ്പിംഗ് ആൻഡ് ടൈലിംഗ് എന്ന് പറയുന്നത്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺയൂഷ്വൽ ന്യൂക്ലിയോടൈഡ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഈസ് ആഡഡ് ടു 5' എൻഡ് ഓഫ് HNRNA. നമുക്ക് കിട്ടിയ ഹെട്രോജനസ് RNAയുടെ 5' എൻഡിലേക്ക് എന്താണ് ഒരു ന്യൂക്ലിയോടൈഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏതാണ്? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. കണ്ടോ? ഈ ഒരു സംഭവം നമ്മൾ 5' എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. എന്താണ്? മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. 3 ഫോസ്ഫേറ്റും കൂടി ഉണ്ട്. ഓക്കെ, സോ മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഇത് നമ്മൾ ഈ ഒരു HNRNAയുടെ 5' എൻഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ അതിന് ക്യാപ്പ് കൊടുത്തു, ഒരു ക്യാപ്പിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി ടൈലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡിനിലേറ്റ് റെസിഡ്യൂസ് ആർ ആഡഡ് അറ്റ് ദ 3' എൻഡ് ഓഫ് ദ HNRNA. അഡിനിലേറ്റ് റെസിഡ്യൂസ് നമ്മൾ, അതായത് എ പോളി എ, അതായത് അഡിനിൻ അങ്ങനത്തെ സീക്വൻസ്, അഡിനലൈറ്റ് സീക്വൻസുകൾ, അഡിനലൈറ്റ് റെസിഡ്യൂസുകൾ എന്ത് ചെയ്യും? അതിന്റെ 3' എൻഡിൽ ആഡ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് ടൈലിംഗ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോക്യാരോട്സ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്യാരോട്സിൽ വരുന്നത്. വളരെ സിമ്പിൾ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? DNA-യിൽ നിന്ന് RNA ഉണ്ടാവുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ച ഹെൽപ്പ് ചെയ്ത എൻസൈമാണ് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്കൊരു ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? അവിടെ പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്. പ്രോക്യാരോട്സിന്റെ കേസിലാണെങ്കിൽ അവർക്ക് ഒന്നിൽ കൂടുതൽ സ്ട്രക്ചറൽ ജീൻ പ്രസന്റ് ആണ്. യൂക്യാരോട്സിന്റെ കേസിലാണെങ്കിൽ അവർക്ക് ആകെ ഒരൊറ്റ സ്ട്രക്ചറൽ ജീനുള്ളൂ. ഉള്ള സാധനത്തിനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എക്സോൺസും ഉണ്ട്, ആവശ്യമില്ലാത്ത ഇൻട്രോൺസും ഉണ്ട്. ഓക്കെ,
പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഈ ഒരു ട്രാൻസ്ക്രിപ്ഷന് 3 സ്റ്റെപ്സുകളാണ് ഉള്ളത്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് RNA പോളിമറൈസിന്റെ പ്രൊമോട്ടറിൽ വന്നിരിക്കണമെങ്കിൽ RNA പോളിമറൈസിന് അറിയില്ല എവിടെ ഇരിക്കുന്ന പ്രൊമോട്ടർ. അപ്പൊ അതിന് പ്രൊമോട്ടറിൽ വന്ന് ബൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്, സിഗ്മ ഫാക്ടർ. അവിടെ വന്ന് ഇരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു, ഇനീഷ്യേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഈ ഒരു RNA പോളിമറൈസ് ഈ ഒരു DNA കൂടെ മൂവ് ചെയ്യുന്നതനുസരിച്ച് DNA അൺവൈൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ സ്ട്രാൻഡും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് RNA ഫോം ചെയ്യുന്നത്. ഇലോങ്ങേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ RNA പോളിമറൈസ് പോണനുസരിച്ച് RNA ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഉണ്ടാവുന്ന RNA 5'3' ഡയറക്ഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു RNA പോളിമറൈസിന്റെ മേത്തേക്ക് റോ ഫാക്ടർ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ടെർമിനേറ്റർ എന്ന് പറയുന്ന സൈറ്റ് RNA പോളിമറൈസിന് കാണാൻ പറ്റും. അങ്ങനെ ടെർമിനേറ്റർ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സിന്തസിസ്, RNA സിന്തസിസ് നിർത്തിവെക്കുന്നു. ഓക്കെ, അങ്ങനെ നമുക്കൊരു നല്ലൊരു mRNA കിട്ടുന്നു. പക്ഷെ യൂക്കാരിയോട്സിന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന mRNA ആയിട്ടല്ല കിട്ടുന്നത്, ഹെട്രോജിനസ് RNA ആയിട്ടാണ് കിട്ടുന്നത്. അതിന് കുറച്ച് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ കൊടുക്കണം. എന്തൊക്കെ കൊടുക്കണം? ആദ്യം തന്നെ നമുക്ക് വേണ്ട എക്സോൺസിനെ മാത്രം എടുത്ത് ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് കളയണം. അതുകൂടാതെ ക്യാപ്പിങ്ങും ടെയിലിങ്ങും ചെയ്ത് കൊടുക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള mRNA കിട്ടുള്ളൂ. ഓക്കെ, ഇത്രേ ഉള്ളൂ ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, താങ്ക് യു.